പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ എടത്വയിലാണ് നിൽക്കുന്നത്. ചരിത്ര പ്രസിദ്ധമായ എടത്വ പള്ളിയുടെ മുൻവശത്തായിട്ട് ഉള്ള ഒരു പാലത്തിലാണ്. ഞാൻ ഒരു മനുഷ്യനെ കുറെ കാലങ്ങളായി ശ്രദ്ധിക്കുന്നുണ്ട്. ആ മനുഷ്യന്റെ വരവ് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുറെ കൂട്ടുകാരി കൂട്ടത്തിൽ എത്തിയിട്ടുണ്ട്. ഏതാണ് ഇതൊരു മനോഹരമായ കാഴ്ചയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതാണേലും കൂട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് ഈ കൗതുക കാഴ്ച നമുക്കൊന്ന് കാണാം. ചേട്ടാ, ഒരു കാര്യം ചെയ്യണേ, ഈ ഫോൺ ഇതൊന്ന് മൈക്കൊന്ന് കുത്തിയേക്കണം. ചേട്ടന്റെ പേരാണ് ചേട്ടാ? സുഭാഷ്. ഞാൻ കുറെ കാലങ്ങളായിട്ട് ഇങ്ങനത്തെ ഒരു കാഴ്ച കാണുന്നുണ്ട്. ചേട്ടന്റെ ഓട്ടോറിക്ഷ വരുന്നു, ആ കൂട്ടത്തിൽ കുറെ പട്ടികൾ വരുന്നു. കാര്യങ്ങൾ എന്നാണെന്ന് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. ഏതാണെങ്കിലും പട്ടികൾക്ക് സ്നേഹമുള്ള ഒരാളാണെന്ന് എനിക്കറിയാമായിരുന്നു. എന്താ ഈ പട്ടികൾ കൂട്ടത്തിൽ ഇങ്ങനെ ഓടി വരുന്നതിന്റെ കാര്യം എന്താ? ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പൊ സ്ഥിരമായിട്ട് ഇങ്ങനെ കൊടുക്കുന്നതാണോ? സ്ഥിരമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും കൊടുക്കുവോ? എല്ലാ ദിവസവും ഒരു നേരം? ഇല്ല, രാവിലെ കിട്ടുമ്പോൾ കൊടുക്കും. രാവിലത്തെ ഈ ബീഫ് കടത്തിന് കൊടുക്കും, വൈകിട്ട് കോഴിക്കട നിർത്തിന് കൊടുക്കും. ഓ, അത് ശരി. ഓക്കെ. ഇതിപ്പോഴേ എത്ര കാലമായിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്? ഒരു നേരത്തെ നമുക്കൊരു 4-5 പട്ടി കിടത്തല്ലോ ഉള്ളായിരുന്നു. അതിന് രാഘവനും ഒക്കെ ആയിരുന്നു. ഇപ്പൊ കൊറോണ അങ്ങോട്ട് കഴിഞ്ഞപ്പം പട്ടി 10-15-16 പട്ടി എടുത്തോളുണ്ട്. ഓ ശരി. ഓക്കെ. പുറത്തും പുറത്തുമില്ല, പല സ്ഥലങ്ങളിലായി. ഇവർക്കൊക്കെ ഓരോ ഏരിയ ഉണ്ട്. ഈ പള്ളിപ്പാളത്തിന്റെ ഇക്കരക്കോട്ട് ഇവിടെ കൂടെ കിടത്തില്ല, ഇവര് അപ്പുറം വഴി കിടത്തില്ല. അവിടെ കയറി അവര് പിടിക്കും. അപ്പുറത്തെ ഒരു ബറ്റാലിയൻ ഉണ്ട്, ഇപ്പുറത്തെ ഒരു ബറ്റാലിയൻ. അവരാ മുത്തൂറ്റിന് ഇപ്പുറത്തോട്ട് വരുന്നില്ല. അവരപ്പുറത്തേക്ക് കൂട്ടക്കടി പിടിക്കും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ചേട്ടൻ പറയുന്നത് ഈ പട്ടികൾക്കെല്ലാം അവരുടേതായിട്ടുള്ള ഓരോ സാമ്രാജ്യം, അപ്പൊ അങ്ങോട്ട് മറ്റൊരു കേട്ടത്തില്ല, പുറത്തുനിന്ന് വരുന്ന ഇവിടെ കേട്ടില്ല. ഓ അത് ശരി. ഓക്കെ. അപ്പൊ ഇപ്പം പട്ടികൾ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന് തീറ്റി കൊടുക്കുന്നത് എവിടെ കൊടുക്കുന്നത് സാധാരണ? അപ്പൊ ഈ കൂട്ടത്തിൽ ഞങ്ങളോട് ഒന്ന് വന്നോട്ടെ, നമുക്ക് കാഴ്ച കാണാമല്ലോ. നിങ്ങൾ ആ മുത്തൂറ്റ് ബാങ്കിന്റെ പാർക്ക് ശരി. പട്ടി ഒരു 10-20 പട്ടിയോട് അങ്ങോട്ട് വരും. ഓ ശരി. ഓക്കെ. നമുക്കെന്നാ അങ്ങോട്ട് തന്നെ പോയിട്ട് ആ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഓക്കെ. സുഹൃത്തുക്കളെ, നമ്മുടെ പട്ടിക്ക് തീറ്റി കൊടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ വാഹനത്തിൽ വരുന്നുണ്ട്. അദ്ദേഹത്തോടൊപ്പം തന്നെ പട്ടികൾ വരുന്നുണ്ട്. അദ്ദേഹം തീറ്റി കൊടുക്കുന്ന സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ പോവുകയാണ്. അതായത് നമുക്ക് അതിന്റെ പുറകിൽ നീങ്ങാം. പട്ടികൾ ആഘോഷമായിട്ട് ഇതിന്റെ സൈഡിൽ കൂടെ നീങ്ങുന്ന മനോഹരമായ ഒരു കാഴ്ച നമ്മൾ കാണും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അദ്ദേഹം ഇറച്ചിക്കടയിൽ നിന്ന് നമ്മുടെ മൃഗങ്ങളുടെ വേസ്റ്റ് അല്ലെങ്കിൽ ചവും അതുപോലെയുള്ള സാധനങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് അദ്ദേഹം സ്ഥിരം ഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം പോവുകയാണ്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട കാവൽക്കാരായിട്ടുള്ള എടത്വ പട്ടണത്തിലെ തെരുവ് നായ്ക്കൾ, അവർക്ക് ആഹാരം കൊടുക്കുന്ന അവരുടെ പ്രിയപ്പെട്ടവനാണ് ഈ കടന്നു വരുന്നത്. അപ്പൊ അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം ഈ നായക്കൂട്ടം അങ്ങോട്ട് പോവുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന കിറ്റും നിറയെ അതിന് കൊടുക്കാനുള്ള ആഹാരമാണ്. ഇത്ര മനോഹരമായ ഒരു കാഴ്ച ഒരുപക്ഷെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. തെരുവിൽ ആരുപോലും ഇല്ലാതെ അലയുന്ന നായകൾക്ക് ആഹാരം കൊടുക്കുന്ന ഒരു സംരക്ഷകനാണ്. തെരുവ് പട്ടികൾ ശല്യമാകുന്ന ഒരു കാലമെന്ന് നമ്മൾ പൊതുവെ പരിതപിക്കുന്ന ഈ കാലത്ത് തെരുവ് പട്ടികൾക്ക് ഇത്തരത്തിൽ ആഹാരം കൊടുത്ത് അവരെ സമാധാനത്തോടും ശാന്തതയോടും കൂടി ജീവിക്കാനായിട്ട് വലിയ തോതിൽ കൈത്താങ്ങാകുന്ന ഒരു മനുഷ്യന്റെ മനോഹരമായ ദൃശ്യമാണ് നാം ഇപ്പോഴേ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ഥിരമായി അദ്ദേഹം ഭക്ഷണം കൊടുക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്, കേന്ദ്രങ്ങളുണ്ട്. അവിടെ അദ്ദേഹം ഭക്ഷണം കൊടുക്കുന്ന കാഴ്ചയാണ്. സുഭാഷ്, ഈ പട്ടികൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജീവികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാനൊരു തോന്നലുണ്ടാകാൻ കാര്യം എന്താണ്? നമുക്ക് കൊച്ചിലെ വല്ല മൃഗത്തിനോടുള്ള സ്നേഹം. പശു വളർത്തായിരുന്നു നമുക്ക്. അപ്പൊ ആ ഒരു താല്പര്യത്തിലാണ് ഇത്തരത്തിലുള്ള. അപ്പൊ വീട്ടിൽ പട്ടിയോ അതുപോലുള്ള കാര്യങ്ങൾ വല്ല വളർത്തുന്നുണ്ടോ? നിലവിലുണ്ട്. 4 പട്ടി വീട്ടിലുണ്ട്. ഓ അത് ശരി. ഓക്കെ. വണ്ടിക്ക് കാവൽ വേറെ പട്ടിയുണ്ട്. വണ്ടിക്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വീട് ഈ വണ്ടി കൊണ്ടിടുന്ന സ്ഥലത്ത്. ശരി. ഓക്കെ. നമ്മുടെ വീട്ടിൽ വണ്ടി ചെല്ലത്തില്ല. ഓ അത് ശരി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതൊക്കെ വളരെ നമ്മളൊരു പക്ഷെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആഘോഷമായിട്ട് ഒരു കേന്ദ്രത്തിലുള്ള പട്ടികൾക്കുള്ള ഭക്ഷണം കൊടുക്കുന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് നമ്മളെല്ലാവരും വളരെ ശല്യമെന്ന് കരുതുന്ന പട്ടികളെ ഈ രീതിയിലും പരിപാലിക്കുന്ന അല്ലെങ്കിൽ അതിന് ആഹാരം കൊടുത്ത് അതിനെ സംരക്ഷിക്കുന്ന ഇത്തരത്തിലുള്ള സഹോദരങ്ങള് നാടിന് തന്നെ വലിയൊരു അഭിമാനമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതാണെങ്കിലും എല്ലാ ദിവസവും അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഇതുപോലെ തന്നെ എന്നാ കൊടുക്കുന്നത്? ബീഫാണോ കൊടുക്കുന്നത്?
കോഴിക്കടകളിൽ ചെന്നിട്ടാണ് കാലെടുക്കും. ശരി. ഓക്കെ 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 ഓക്കെ. ഇപ്പൊ ഏകദേശം എന്നാ എത്ര വർഷമായെന്നാ പറഞ്ഞത്? 12 വർഷമായി. 12 വർഷമായി. ഇങ്ങനൊക്കെ 12 വർഷമായിട്ട് ഒരു മനുഷ്യൻ ഒരു തെരുവിൽ ജീവിക്കുന്ന തെരുവ് പട്ടികൾക്ക് ഇത്തരത്തിൽ ആഹാരം കൊടുക്കുന്ന ഒരു ദൃശ്യം എന്ന് പറയുന്ന ഒരുപക്ഷെ നമ്മളൊക്കെ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ചില കാര്യങ്ങൾ ആവർത്തിച്ചു പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഈ ആഹാരം കൊടുക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ എടത്തുവ പള്ളിയുടെ മുൻവശത്തുള്ള ആറിന്റെ മറുകരയിലാണ്. ഒരുപക്ഷെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ചരിത്ര പ്രസിദ്ധമായ എടത്തുവ പള്ളി. ആ പള്ളിയുടെ തൊട്ട് മുൻവശത്ത് മറുകരയില് ആണ് ഇപ്പോൾ അദ്ദേഹം ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വേണ്ട, അതുകൊണ്ട് നിങ്ങൾ തിന്നണ്ട. ഇനി ഇവിടെ നിന്ന് വേറെ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇത് ഇനി ബോട്ടം പോകുന്ന സമയമുണ്ട്, അന്നേരം എടുത്തോണ്ട്. ശരി ശരി ശരി. ഏതാണെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നത്. പ്രിയപ്പെട്ട സുഭാഷ് എന്ന് പറയുന്ന അങ്ങനെ ഓട്ടോറിക്ഷ ഓടിക്കുക? ശരി, സ്വന്തം വണ്ടിയാണ്. ശരി. ഓക്കെ ഓക്കെ ഓക്കെ. വേറെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടെന്ന് താങ്കൾ ചെയ്യുന്നുണ്ടോ? ഇല്ല. ശരി. അപ്പൊ അങ്ങനെ ശരി. നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ ഇടത്തോലും മൃഗഡോക്ടർ എന്ന് പറഞ്ഞ നല്ലൊരു മനുഷ്യനാണ്. പുള്ളി നമ്മളെ പട്ടിക്ക് എന്തെങ്കിലും പറഞ്ഞാൽ മരുന്നൊക്കെ നമുക്ക് തരും. എന്റെ കൂടെ ചിലപ്പോ പട്ടി പ്രകാശത്തിന് വരും. നമ്മളെ പ്രത്യേകിച്ച് അവരവിടെ കൊണ്ടുപോകണ്ട, അവരവിടെ വന്നു. ശരി. ഓക്കെ 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 ഓക്കെ. നമുക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ആരോഗ്യ വകുപ്പ് മൃഗസംരക്ഷണ വകുപ്പുമായിട്ടൊക്കെ വളരെ അടുത്ത് ബന്ധത്തോടു കൂടി തന്നെ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് സുഭാഷിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു. അദ്ദേഹം വളരെ അത്യാവശ്യമായിട്ട് മറ്റെന്തോ കാര്യങ്ങളിലേക്ക് പോകാനുള്ള ധൃതിയാണ് അദ്ദേഹത്തിൽ കാണുന്നത്. ഏതാണെങ്കിലും മനോഹരമായ ഒരു കാഴ്ച എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വാഹനം വരുമ്പോൾ തന്നെ അതിനോടൊപ്പം ഈ പറയുന്ന പട്ടികള് ഓടി വരുന്ന കാഴ്ചയാണ്. ഏതായാലും പ്രിയപ്പെട്ട ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. അടുത്ത ടീമിന് ഭക്ഷണം കൊടുക്കാനായിട്ട് സുഭാഷ് ഇതാ തീറ്റയുമായിട്ട് കടന്നു പോവുകയാണ്. നാടിന്റെ നന്മയുള്ള മറ്റൊരു ദൃശ്യവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ഇവര് തമ്മിൽ കടിക്കും.